ഫർവത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം താബിഇയാണ്. ഖുൽതു ലിആയിഷത റളിയല്ലാഹു തആല അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഹദ്ദിസീനി ബിശൈഇൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഉ ബിഹി ഫീ സ്വലാത്തി. അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കാരത്തിൽ നടത്തിയ ദുആകളിൽ ഒരു ദുആ എനിക്ക് പറഞ്ഞു തരൂ. അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കാരത്തിൽ നടത്തിയ ദുആകളിൽ ഒരു ദുആ എനിക്ക് പറഞ്ഞു തരൂ. ഫഖാലത് നഅം, അവർ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു തരാം. കാന യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു, മിൻ ശർരി മാ അമിൽതു, ഞാൻ ചെയ്തു പോയ പ്രവർത്തനങ്ങളുടെ ഷർറിൽ നിന്ന്. മിൻ ശർരി മാ അമിൽതു, ഞാൻ ചെയ്ത ഷർറിൻ്റെ ഷർറിൽ നിന്ന് എന്നല്ല, ഞാൻ ചെയ്ത പാപങ്ങളുടെ ഷർറിൽ നിന്ന് എന്നല്ല, ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഷർറിൽ നിന്ന്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അഥവാ നാം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഹലാലായ ഒരു കാര്യം പോലും ചിലപ്പോൾ ഷർറായി മാറും. നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഉദ്ദേശിക്കാത്തൊരു വാക്ക് ചിലപ്പോൾ നമുക്ക് ഷർറായി മാറും. നമ്മൾ ഉദ്ദേശിക്കാത്തൊരു പ്രവൃത്തി ചിലപ്പോൾ നമുക്ക് ഷർറായി മാറും. കാരണം നമുക്ക് ഗൈബ് അറിയില്ലല്ലോ, അദൃശ്യം നമുക്കറിയില്ലല്ലോ, നാളെയുടെ കാര്യം നമുക്കറിയില്ലല്ലോ. നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാൾ എങ്ങനെ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ എങ്ങനെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ഷർറുകൾ ഉണ്ടാകാം. തിന്മയാണെങ്കിൽ എന്തായാലും ഷർറുണ്ട്. ഇനി നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ ഷർറുകൾ ഉണ്ടായേക്കാം. അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ആർക്ക് മാത്രമേ കഴിയൂ? റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. കാരണം എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു, ഞാൻ പ്രവർത്തിച്ചു പോയതിൻ്റെ എല്ലാ ഷർറിൽ നിന്നും. അത് ഹറാമുകളാണെങ്കിൽ, അല്ലെങ്കിൽ കറാഹത്തായ കാര്യങ്ങളോ ഹറാമുകളോ അനുയോജ്യമല്ലാത്ത കാര്യങ്ങളോ ഒക്കെയാണെങ്കിൽ അതിനൊരു ഷർറ് ഈ ലോകത്ത് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്, പരലോകത്ത് മറ്റ് ശിക്ഷകളുമുണ്ട്. ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതിൻ്റെ ഒരു ഷർറ് ഇവിടെ ഉണ്ടാവുന്നതാണ്, ഈ ദുനിയാവ് തന്നെ കിട്ടും. പിന്നെ ഖബറിലുണ്ടാകും, മഹ്ശറിലുണ്ടാകും, നരകത്തിലുമുണ്ടാകും. അപ്പോൾ ഈ ഷർറുകളിൽ നിന്നൊക്കെ അല്ലാഹുവേ ഞാൻ ചെയ്തു പോയി, ഞാൻ പാപങ്ങൾ ചെയ്തു പോയി, ഞാൻ തൗബ ചെയ്യുന്നു, അതിൻ്റെ ആസാറുകൾ നിലനിൽക്കല്ലേ റബ്ബേ എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ അർത്ഥം. നമ്മളൊരു തെറ്റ് ചെയ്തു, പക്ഷെ നമ്മൾ തൗബ ചെയ്തു, എന്നാലും ആ തെറ്റിനൊരു അസറുണ്ടാവും. ഉദാഹരണത്തിന് ഒരാൾ മദ്യപിച്ചാൽ അതിനൊരു അസറുണ്ടാവും, ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അതിനൊരു അസറുണ്ടാകും, ഒരാൾ വ്യഭിചരിച്ചാൽ അതിനൊരു അസറുണ്ടാകും, ഒരാൾ മറ്റൊരാളെ വഞ്ചിച്ചാൽ അതിനൊരു അസർ ഈ ദുനിയാവിലുണ്ടാകും. എന്നാൽ അതിനുശേഷം അയാൾ തൗബ ചെയ്താലോ ഈ അസർ ഭൗതികമായി നിലനിന്നേക്കാം. അതിൽ നിന്ന് റഹ്മാനായ റബ്ബിനോട് അഭയം തേടണമെന്നാണ്. നമ്മൾ ചെയ്തു പോയ, നമ്മൾ പ്രവർത്തിച്ചു പോയ, നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്ത, നമ്മൾ പറഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷർറായതുണ്ട്. അതിൻ്റെ ഷർറിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുകയാണ്. അതേപോലെ തന്നെ ചിലത് നമുക്ക് ഹറാമാണെന്ന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാകും. ഇസ്ലാം ഖണ്ഡിതമായത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ ശരീരത്തിന് മറ്റൊക്കെ ദോഷം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ഒന്നുകിൽ തിന്നുക, അല്ലെങ്കിൽ കുടിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക, അതിനൊക്കെ ഒരു ഷർറുണ്ടാകും. അതിൽ നിന്നൊക്കെ അല്ലാഹുവിനോട് അഭയം തേടണം. അപ്പോൾ ചുരുക്കത്തിൽ മാ അമിൽതു എന്ന് മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ പ്രവർത്തിച്ചതിൻ്റെ ഏതെല്ലാം പ്രവർത്തനമാണോ അതിനെന്തൊക്കെ അസറുകളായി ഷർറുകൾ ഉണ്ടാകുന്നുവോ അതിൽ നിന്നൊക്കെ നീ എനിക്ക് അഭയം നൽകണമേ. വമിൻ ശർരി മാ ലം അഅമൽ, ഞാൻ പ്രവർത്തിക്കാത്തതിൻ്റെ ഷർറിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ. അത് അത്ഭുതകരമായൊരു പ്രാർത്ഥനയാണ്. പ്രവർത്തിച്ചതിനല്ലേ ഷർറുണ്ടാകൂ, പ്രവർത്തിക്കാത്തതിന് എങ്ങനെയാണ് ഷർറുണ്ടാവുക? അവിടെ ഉലമാക്കൾ അതിനെ വ്യത്യസ്ത രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. 3 നിലക്കാണ് അതിൻ്റെ വിശദീകരണം. 3 നിലക്കാണ്. ഒന്നാമത്തെ, ഞാൻ പ്രവർത്തിക്കാത്തതിൻ്റെ ഷർറ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറാത്തുകൾ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ചില ദോഷങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഖുർആനിലൂടെ പഠിപ്പിച്ച, ഹദീസിലൂടെ പഠിപ്പിച്ച ഒരുപാട് കാര്യം ഉണ്ടാവും. അതിൽ മഹാഭൂരിപക്ഷവും നമ്മൾ ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ചില ഷർറുകൾ ഉണ്ടാകും. പക്ഷെ നമ്മളത് ഉപേക്ഷിച്ചു, ഉപേക്ഷ വരുത്തി. അങ്ങനെ ഉപേക്ഷ വരുത്തിയ ഒരുപാട് ഫർളുകൾ, വാജിബുകൾ, സുന്നത്തുകളെല്ലാം ഉണ്ട്. ആ ഉപേക്ഷ വരുത്തിയതിൻ്റെ പേരിൽ ഇരുലോകത്തും ലഭിക്കാവുന്ന ഷർറുകളിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ രക്ഷിക്കണമേ.
ഇതാണ് അതിൻ്റെ ഒരു ഷറഹ്. വമിൻ ശർരി മാ ലം അഅമൽ, ഞാൻ പ്രവർത്തിക്കാത്തതിന്, അഥവാ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞു, നന്മകളായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്തില്ല, അതിൻ്റെ പേരിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഷർറുകൾ. അത് ദുനിയാവിൻ്റെ കാര്യത്തിലും പലതും ഉണ്ട്. നമ്മൾ പലതും ഉപേക്ഷ വരുത്തി, ശ്രദ്ധിച്ചില്ല, ഗഫലത്തിലായി, നമ്മൾ അറിയാതെ പോയി, പലതും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയി. അതിൻ്റെയൊക്കെ ഷർറുകൾ ജീവിതത്തിൽ ഉണ്ടാവാം. അങ്ങനെ മതപരമായ വിഷയത്തിലാകട്ടെ ഭൗതിക വിഷയത്തിലാകട്ടെ നമ്മൾ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഷർറുണ്ടാവാം. അത്തരം ഷർറുകളിൽ നിന്ന് അള്ളാഹുവെ നീ എന്നെ രക്ഷപ്പെടുത്തണമേ. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മുഷാവറ, കൂടിയാലോചന. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോ അടുത്തവരോ ആ വിഷയത്തിൽ അവഗാഹം ഉള്ള ആളുകളോട് മുഷാവറ ചെയ്യണം എന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. വശാവിറുഹും ഫിൽ അംർ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾ അവർക്കിടയിൽ കൂടിയാലോചിക്കണമെന്നാണ്. അൽ മുസ്തശീറു മുഅ്തമിനുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മുസ്തശീർ മുഅ്തമനാണ്. അൽ മുസ്തശീറു മുഅ്തമനുൻ, ഒരു കാര്യം കൂടിയാലോചിച്ച് ചെയ്തവൻ നിർഭയനാണെന്നാണ്. കാരണം അവനെല്ലാം കൂടി ആലോചിച്ച് ചെയ്തതിന് ശേഷം അതിലൊരു ഷർറുണ്ടായാലും അത് ഷർറല്ല, യഥാർത്ഥത്തിൽ ഖൈറാണ്. എന്നാൽ ആരോടും കൂടി ആലോചിക്കാതെ ഒരാൾ എടുത്തു പിടിച്ച് ചെയ്താലോ, അപ്പോൾ അതിലൊരു ഷർറുണ്ടാകാം. അയാൾ ചെയ്യാത്തതിൻ്റെ പേരിൽ അതിൽ ഷർറ് വരാം. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും അവഗണിച്ച സുന്നത്താണ് സ്വലാത്തുൽ ഇസ്തിഖാറ, ഇസ്തിഖാറത്തിന്റെ സ്വലാത്ത്. സ്വഹാബികൾ പറയുകയാണ്, ചെറുതും വലുതുമായ മുഴുവൻ വിഷയത്തിലും ഞങ്ങൾ സ്വലാത്തുൽ ഇസ്തിഖാറ നടത്തിയിരുന്നു എന്നാണ്. അപ്പോൾ ഒരുപക്ഷേ സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ കൂടുതൽ ഒരു വേള നമുക്ക് സ്വലാത്തുൽ ഇസ്തിഖാറ നടത്തേണ്ടി വരും. സ്വഹാബികൾ അങ്ങനെയായിരുന്നു എന്നാണ്. മറ്റു സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കൂടുതൽ ചെയ്യേണ്ടി വരും. കാരണം ജീവിതത്തിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകും. ചിലത് വലിയ സബ്ജക്റ്റ് ആയിരിക്കും, ചിലത് ചെറിയ സബ്ജക്റ്റ് ആയിരിക്കും. രണ്ടാണെങ്കിലും സ്വലാത്തുൽ ഇസ്തിഖാറ അങ്ങേയറ്റം ബറക്കത്തുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ റബ്ബിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ജനങ്ങളോട് മുഷാവറ നടത്തേണ്ടത്, പ്രിയപ്പെട്ടവരോട് മുഷാവറ നടത്തേണ്ടത്. അങ്ങനെ മുഷാവറ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഖീറൻ പിന്നീട് ചെയ്യേണ്ടതാണ് സ്വലാത്തുൽ ഇസ്തിഖാറ. ഈ രണ്ട് ഇസ്തിഖാറയും ചെയ്താൽ ഒരുപാട് ഗുണമുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ഷർറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ ഷർറ് ഒരു പക്ഷേ നമുക്കുണ്ടാവും. ഒരു കല്യാണം ആലോചിച്ചപ്പോൾ നമ്മൾ ഇസ്തിഖാറ നടത്തിയില്ല, ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ മുഷാവറ നടത്തിയില്ല. അങ്ങനെ പല വിഷയത്തിലും നമ്മൾ മുഷാവറ നടത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഷർറ് പിന്നീട് കുടുംബജീവിതത്തിലുണ്ടാകും, കച്ചവടത്തിലുണ്ടാകും, എല്ലാറ്റിലും ഉണ്ടാകും. അപ്പം നമ്മൾ പ്രവർത്തിക്കാതെ പോയതിൻ്റെ ചില ഷർറ് ഒരു ഉദാഹരണമാണ്. അതേപോലെ ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ചെയ്യാതെ പോയതിൻ്റെ ഷർറുണ്ടാകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജവാമിഉൽ കലിം നൽകപ്പെട്ട വ്യക്തിത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയ വാക്കുകളിലൂടെ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ദുആകൾ അള്ളാഹുവിൻ്റെ റസൂൽ നടത്തിയിട്ടുണ്ട്. ഈ ദുആ നമസ്കാരത്തിൽ മാത്രമല്ല, മഹാഭൂരിപക്ഷം ഹദീസിലും ഈ ദുആ നമസ്കാരത്തിൽ എന്ന് പറയാതെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റു ദുആകളിലെല്ലാം ഇത് ദുആ ചെയ്യാം. അതേ സന്ദർഭത്തിൽ നമസ്കാരത്തിൽ എന്ന് വന്ന റിവായത്തുകൾ സ്വഹീഹാണ് താനും. അതുകൊണ്ട് തന്നെ മറ്റു ദുആകൾ കൂടി നമുക്ക് നമസ്കാരത്തിൽ ചൊല്ലാമെന്നതിനും തെളിവായി, ഇത് നമസ്കാരത്തിൽ പ്രത്യേകം ചൊല്ലൽ വളരെ പ്രാധാന്യമുണ്ട് എന്നതിനും തെളിവായി. അതുകൊണ്ട് അതിൻ്റെ ഒരു വിവക്ഷ ഈ പറഞ്ഞ വമിൻ ശർരി മാ ലം അഅമൽ എന്നതിൻ്റെ ഒരു വിവക്ഷ അതാണ്. രണ്ടാമത്തെ വിവക്ഷ അഥവാ ഷറഹ് അഥവാ ആശയം എന്താണ്? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ ചെയ്തേക്കാം. അങ്ങനെ ചെയ്താലും അപ്പോഴും അതിൻ്റെ ഷർറിൽ നിന്ന് മുസ്തഖ്ബലിൽ അഥവാ ഫ്യൂച്ചറിൽ ഇനി വല്ല തെറ്റും എന്നിൽ നിന്ന് സംഭവിച്ചാൽ അപ്പോഴും അതിൻ്റെ ഷർറിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. ഇപ്പൊ കഴിഞ്ഞു പോയതിൻ്റെത് മാത്രമല്ല, ഫ്യൂച്ചറിൽ ഇനി ഞാനൊരു വല്ല തെറ്റും ചെയ്തു പോയാൽ തന്നെ റബ്ബേ അതിൻ്റെ കെടുതിയിൽ നിന്ന്, അതിൻ്റെ ഷർറിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആശയങ്ങളൊക്കെ ഫ്യൂച്ചറിലേക്ക് കൂടി ചേർത്ത് മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ രണ്ടാമത്തെ ആശയം. മൂന്നാമത്തൊരാശയം, നമ്മൾ പ്രവർത്തിക്കാത്തതിൻ്റെ ഷർറ്. നമ്മൾ ചെയ്തിട്ടേ ഉണ്ടാവില്ല, പക്ഷേ ആരോപണം നമുക്കെതിരിൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പറയാത്തത് പറഞ്ഞു, ചെയ്യാത്തത് ചെയ്തു. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കാത്ത, നമ്മൾ പറയാത്ത എത്ര വിഷയത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ പരീക്ഷണം, അതിൻ്റെ ഫിത്ന, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ, ഊഹാപോഹങ്ങളുടെ കാലഘട്ടത്തിൽ, കളവുകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ പ്രവർത്തിക്കാത്തതിൻ്റെ ഷർറ് നമുക്ക് നേരെ വന്നേക്കാം. അതിൽ നിന്നും അള്ളാഹുവിനല്ലാതെ നമ്മെ സംരക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു ദുആ ആണ് ഈ ദുആ. ഈ ദുആയും നമ്മൾ പഠിച്ചു വെക്കുകയും നമസ്കാരത്തിൽ ചൊല്ലുകയും വേണം. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ അമിൽതു
അല്ലാഹുവേ, ഞാൻ ചെയ്തതിൻ്റെ ഷർറിൽ നിന്നും വമിൻ ശർരി മാ ലം അഅമൽ, ഞാൻ പ്രവർത്തിക്കാത്തതിൻ്റെ ഷർറിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.